ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ഡിഷായിട്ടാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഡേറ്റ്സ് ബോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളായിട്ട് തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ഡിഷാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 6-7 ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു കളയാം നമുക്ക്. ഇപ്പോൾ കുരു കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വരും. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു കപ്പ് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഏകദേശം 1 കപ്പ് തേങ്ങാപ്പീര നമുക്ക് ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കാം. മീൻസ് ഇതിലെ ജലാംശമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. കളറൊന്നും മാറരുത്, ജലാംശം മാത്രം ഒന്ന് മാറ്റിയെടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു 5 മിനിറ്റ് മതിയാകും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈന്തപ്പഴം വെള്ളമൊക്കെ മാറ്റി ഇതിൽ നിന്നെടുക്കാം. ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം നമ്മളെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ പീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചേക്കണം, അത് ലാസ്റ്റ് നമുക്ക് ആവശ്യം വരും. ഇതിട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, വെള്ളത്തിൽ ഇത്രയും നേരം കുതിർത്തത് കൊണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടി പോകരുത്, കാരണം കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു അളവാണ് കറക്റ്റ്. കുറച്ചേരം കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്താണ് അവൈലബിൾ അത് ഇടാം. അപ്പോൾ ഞാൻ ഒരു 6-7 ബദാം ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി വേണം എടുക്കുക. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറച്ച് തേങ്ങാപ്പീര മാറ്റി വെച്ചിട്ടില്ലേ, അതിലിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. പുതിയ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.